ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. സുമതി വളവ് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നാലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ പെട്ടെന്ന് വന്നതിനാലും നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ ഗൈസ്, അപ്പോൾ സുമതി വളവ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിഷ്ണു ശശി ശങ്കർ എന്ന് പറയുന്ന ആളാണ്. പടം റൈറ്റ് ചെയ്തേക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. സോ പടത്തിലെ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അർജുൻ അശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ശിവദ, മാളവിക മനോജ്, ദേവനന്ദ, സിദ്ധാർത്ഥ് ഭരൻ, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ റൈറ്ററും കൂടി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അഭിലാഷ് പിള്ളയെ. സോ ഗൈസ്, അപ്പോൾ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ് പടം, അതാണ് പേഴ്സണലി ഉള്ള എൻ്റെ അഭിപ്രായം. ഇതൊരു ഹൊറർ കോമഡി മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ്, അല്ലെന്നുണ്ടെങ്കിൽ സുമതി എന്ന് പറയുന്ന ആ ഒരു ഗോസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്ത് വന്ന്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലവ് കാര്യങ്ങൾ, ഫാമിലിയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ദെൻ നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സായി കലർന്നു പോകുന്ന ഒരു മൂവിയാണ് സുമതി വളവ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം മൂവീസിൻ്റെ ഈ പ്രേതപ്പടം ഒന്നും ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നത് പ്രേതപ്പടം തിയേറ്ററിൽ കാണുന്നത്. ഐ തിങ്ക് സോ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അതേന്നാണ് തോന്നുന്നത്. സോ ആദ്യമൊക്കെ കണ്ടപ്പം രസമായിരുന്നു. ആദ്യമൊക്കെ മൂവി തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പ്രേതത്തിൻ്റെ ഒരു കാര്യങ്ങൾ പറയുന്നതും പിന്നെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ രസമാണ് കണ്ടിരിക്കാൻ എന്നുള്ള ഒരു മൂഡ് ക്രിയേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ 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 പോകെ അത് പയ്യെ അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. 90s കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സെറ്റ് ഇടുന്നതും കുറേ കാര്യങ്ങളൊക്കെ ആക്ച്വലി അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലാണെന്ന് ഭയങ്കര എനിക്ക് തോന്നുന്ന രീതിക്കാണ് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. പിന്നെ ആവശ്യമില്ലാതുള്ള കുറേ പാട്ടുകൾ, ഇതിനകത്ത് ഒരു കാര്യമില്ലാതെ കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ കുത്തിരിക്കി വെച്ചിട്ടുണ്ട്. ഹീറോയിൻ്റെ കുറച്ച് റൊമാൻറ്റിക് സോങ്ങുകളും കാര്യങ്ങളും, ഇവർ കണ്ടുമുട്ടുന്നതും ഇഷ്ടത്തിലാവുന്നതും ഇഷ്ടം പറയുന്നതൊക്കെ ചേർന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കുറേ ലവ് സോങ്ങുകളും കാര്യങ്ങളും ആവശ്യമില്ലാതെ കുത്തിരിക്കി വെച്ചിട്ടുണ്ട്. പാട്ടുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ ഇൻസ്പയർ ആയ കുറേ പാട്ടുകളുടെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ബാക്കി ആൾക്കാരെല്ലാവരും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകനാണെങ്കിൽ ഒരു നിഷ്കുവായിട്ടുള്ളൊരു പാവം ഒരു പയ്യൻ നാട്ടിൻപുറത്തുകാരൻ. അത് പക്ഷേ പുള്ളിക്കാരൻ അത് മറ്റേ ഈ പേടിയാണ് പുള്ളിക്കാരന്. മറ്റേ നമ്മുടെ കാഞ്ചനയ്ക്കകത്ത് ലോറൻസിനുള്ള പ്രശ്നം, മറ്റേ 6 മണി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങത്തില്ല. അതുവരെ ഭയങ്കര വീരശൂര പരാക്രമമായിട്ടൊക്കെ നടന്നിട്ട്, അല്ലെങ്കിൽ പോയിട്ട് പുറത്തൊക്കെ ഇറങ്ങി നടന്നിട്ട് 6 മണിക്ക് ശേഷം മറ്റേ പ്രേതമായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ പേടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ചില ഷോട്ടുകളിലും ചില സീനുകളിലൊക്കെ നമുക്ക് ഗോകുൽ സുരേഷിൽ കാണാൻ പറ്റും. ചില ആ ഒരു ലുക്ക് വൈസും ആ ഒരു ഇത് എന്താ പറയുക, എന്താ പറയുക, ഒരു ഫേസ് അപ്പിയറൻസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സുരേഷ് ഗോപിയെ ചില ഷോട്ടുകളിലൊക്കെ സുരേഷ് ഗോപിയായിട്ട് കാണാൻ പറ്റും. ഐജു കുറുപ്പിലേക്ക് വരുവാണെങ്കിൽ പുള്ളി അതൊരു ഫോറസ്റ്റ് ഓഫീസറായിട്ടാണ്. പുള്ളി ഈ പറഞ്ഞതുപോലെ ഒരു അയ്യോ പാവം, ഒരു 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 വയ്യാത്തൊരു പാവമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസർ. അതിൽ വർഗീസിൻ്റെ റോളിലേക്ക് വരുവാണെങ്കിൽ പുള്ളി ആക്ച്വലി ആ കാലഘട്ടത്തിലെ ഒരു യോയോ ഫ്രീക്കൻ ലുക്കിൽ നടക്കുന്ന അന്നത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി അർജുൻ അശോകനും കൂടെ ഒക്കെ നടക്കുന്ന ഒരു കാസറ്റ് കട നടത്തുന്ന ടീംസാണ് അവരൊക്കെ. അഭിലാഷ് പിള്ള ഇതിൻ്റെ റൈറ്ററിലേക്ക് വരുവാണെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് പടത്തിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കുറവുകളും ആക്ച്വലി പുള്ളിയുടെ ക്യാരക്ടറിൽ കാണാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ക്യാമറ ഫിയർ ഉള്ള ഒരാൾ അഭിനയിക്കുമ്പം ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ക്യാമറ ഉണ്ട് എന്നൊക്കെയുള്ള നമ്മൾ ടെൻഷനോട് കൂടി അഭിനയിക്കുന്ന ആ ഒരു സംഭവം പുള്ളിയുടെ ഫേസിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ലുക്ക് വൈസ് ഒക്കെ പുള്ളി സെറ്റാണ്. ബട്ട് ഈ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഓക്കെ. പിന്നെ സിദ്ധാർത്ഥ് ഭരതനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കൊടുംഭീകരനാണ്, ആരോടും മറ്റേ ചിരിയും കളിയും അങ്ങനെയുള്ള തമാശകളൊന്നും പറയാത്തൊരു റോൾ എന്നുള്ള രീതിക്കാണ് പുള്ളി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് പിന്നീട് ആൾക്കാരുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു കമ്പനി ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഉത്കണ്ഠ കൊള്ളുന്ന ഒരാൾ, അങ്ങനെയൊക്കെയുള്ള രീതി കാണിച്ചിട്ടുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ റോള് കുറച്ച് അയഞ്ഞ് വന്ന് ഒരു നൈസ് ഒരു മിഡ് ആവറേജ് പെർഫോമൻസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു പ്രേതപ്പടം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷയായിരുന്നു തിയേറ്ററിൽ പോകട്ടെ. ബട്ട് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ സുമതി വളവ് എന്നുള്ള പ്രോജക്റ്റ് ഓണായ സമയം വല്ല നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഭയങ്കര കിടുക്കം പടമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബട്ട് അത്രയ്ക്കുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സംഭവം ഇത് ആർക്കാണ് ഈ മൂവീസ് കൂടുതൽ വർക്കാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറേ കാലങ്ങളൊക്കെ ആയിട്ട് പടങ്ങളൊന്നും കാണാതെ വല്ലപ്പോഴൊക്കെ തിയേറ്ററിൽ പോയി പടങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് നമ്മളിപ്പോൾ എന്താ പറയുക, ചില പടം ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും മോനെ കുഴപ്പമില്ല കണ്ടിരിക്കാം എന്നൊക്കെയുള്ള പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടാവുന്ന രീതിയിലൊരു പടമാണ്. മാക്സിമം ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ഈ പടം ഒരു എൻജോയ്മെൻറ്റുള്ള മൂഡിൽ പോയി കാണാം എന്നുള്ള രീതിക്ക് പോകാതിരിക്കുക. കാരണം അവർക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത
ഒരു സീൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി ആ സീൻ ഷോ ഓഫ് ചെയ്യുന്നില്ല. ബട്ട് എന്നാൽ പോലും ഗർഭിണിയായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവണമെന്നില്ല. സോ എന്തായാലും അതൊന്നും മൈൻഡിൽ വെച്ചിട്ട് പോവുക. ഭയങ്കരമായിട്ടുള്ള പ്രേത പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് എങ്കിൽ പോലും ഒരു 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 പ്രേതമുണ്ട്, ആ നാട്ടിലൊരു പ്രേതമുണ്ട്, ആ പ്രേതത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു കെട്ടുകഥ അവരത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഫ്രം ബിഗിനിങ് ടു എൻഡ് വരെ. സോ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക, അല്ലാത്തൊരു OTT ആകുമ്പോൾ കാണുക. സോ ഗൈസ്, അപ്പോൾ അതാണ് സുമതി വളവ്. പിന്നെ നമ്മുടെ വിജയ് ദേവർകൊണ്ടയുടെ പടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ നമ്മൾ ഉടനടി ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുള്ളതിനാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. സോ അതും ഉടനടി വരുന്നതാണ് കിങ്ഡം മൂവിയുടെ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.